രാവിലെ തന്നെ ദേ ഇതുപോലെ ഒരു കുന്നു പാത്രം കാണും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. കാപ്പി ഉണ്ടാക്കുന്നതും ചായ ഇട്ടതും നമ്മൾ കാപ്പി കുടിക്കാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം കൂടെ ചില സമയങ്ങളിൽ ഇതുപോലെ കൂട്ടി അങ്ങ് വെക്കും. എന്നിട്ട് ഒരുമിച്ചാണ് കേട്ടോ കഴുകുന്നത്. അങ്ങനെ പാത്രമൊക്കെ കഴുകി തിട്ടയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ സമയം ഞാൻ കൊച്ചിനെയും പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് 9 മണി മുതൽ 11 മണി വരെ ഉള്ളൂ പള്ളി. ഇപ്പോൾ 2 മണിക്കൂറല്ലേ ഉള്ളൂ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തക്കാളി ചോറ് ഉണ്ടാക്കാമായിരുന്നു കേട്ടോ. ഇതെൻ്റെ റെസിപ്പി മാത്രമാണ്. അപ്പോൾ ഇത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ സവോള ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ട്, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ തന്നെ മസാല റെഡിയാക്കുന്നതിന് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോറും കൂടെ തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചോറ് കൂടെ റെഡിയാണ്. പിന്നെ അതേ ഉള്ളിയൊന്നും ഇടാതെ വെറുതെ കലക്കി പൊരിച്ചിട്ടുള്ള ഒരു മുട്ടയും കൂടെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അടാറൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.